കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നു. ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പി.ജെ. ജോസഫ് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ശക്തമായ എതിർപ്പാണ് മാണി വിഭാഗം ഉയർത്തിയത്. പി.ജെ. ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തിന്റെ നിലപാട് പി.ജെ. ജോസഫിനെ പ്രതിസന്ധിയിലാക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കെ.എം. മാണി ഇന്ന് കേരള കോൺഗ്രസ് ജില്ലാ നേതാക്കളെ കാണും. വിവരങ്ങൾ നൽകാനായി ടോബി ജോൺസൺ കോട്ടയത്തു നിന്നും. ടോബി, പി.ജെ. ജോസഫ് സീറ്റിനായി ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് പിളർപ്പ് ഒഴിവാക്കാനായിട്ട് മാണി സീറ്റ് നൽകാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെയും ചില ഉറപ്പുകൾ ജോസഫിൽ നിന്ന് വാങ്ങാനിടയുണ്ട്. UPA ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കില്ല എന്നതുൾപ്പെടെയുള്ള ചില ഉറപ്പുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമവായത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് നിലവിൽ? നിലവിലെ കാര്യങ്ങൾ, അതായത് കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ കെ.എം. മാണിയുടെ ചുമതലയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി കെ.എം. മാണിയോട് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് ഈ കോട്ടയം മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങൾ, അതായത് നിയമസഭാ മണ്ഡലങ്ങളിലെ ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളുമായി, ജില്ലയിലെ നേതാക്കളുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്നും ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് പി.ജെ. ജോസഫ് സീറ്റ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ കോട്ടയം മണ്ഡലത്തിൽ പി.ജെ. ജോസഫിന് കാര്യമായിട്ടുള്ള മേൽക്കൈയില്ല. 6 നിയോജക മണ്ഡലങ്ങളിലും 7 നിയോജക മണ്ഡലത്തിലും ഒരു സ്ഥലത്ത് മാത്രം, അതായത് വൈക്കം മാത്രമാണ് പി.ജെ. ജോസഫിന് അനുകൂലമായിട്ടുള്ളത്. ബാക്കിയുള്ള 6 സ്ഥലങ്ങളും മാണി വിഭാഗത്തിൻ്റെ കയ്യിലാണ്. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലും ഭൂരിഭാഗവും മാണി വിഭാഗക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പി.ജെ. ജോസഫിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി.ജെ. ജോസഫിനപ്പുറത്തേക്ക് മാണി വിഭാഗത്തിലെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ സഭയും പി.ജെ. ജോസഫിന് വേണ്ടി ചില നിലപാടുകൾ എടുക്കണമെന്ന് പി.ജെ. ജോസഫിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് മാണിക്ക് മുമ്പിൽ പി.ജെ. ജോസഫിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുള്ളത്. പക്ഷേ അണികളുടെ വികാരം അത് പി.ജെ. ജോസഫിനെതിരാണ്. ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നമ്മളിത് വ്യക്തമായി കണ്ടതാണ്. രൂക്ഷ വിമർശനം തന്നെയാണ് ഇന്നലെ പി.ജെ. ജോസഫിനെതിരെ ഉണ്ടായത്. MLA മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ അണികളുടെ ഭാഗത്ത് നിൽക്കുമോ അതോ മറ്റ് സമ്മർദ്ദങ്ങൾ, അതായത് കോൺഗ്രസ് അടക്കമുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പി.ജെ. ജോസഫിന് സീറ്റ് നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 3 പേരുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക്, മാണി വിഭാഗത്തിലുള്ള 3 പേരുടെ പേരുകൾ. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകിയത്.